അൻസഫ് സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് വിളിച്ച സമയത്ത് സാറ് വന്നതിന് താങ്ക് യു സോ മച്ച് സർ, ആൻഡ് വെൽക്കം ടു ദ ഷോ. ഓക്കെ, സാർ അപ്പം സാറിപ്പോൾ എത്ര വർഷമായി ഈ ഒരു ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഇയർ ആവുന്നു. 5 ഇയർ ആവുന്നുണ്ടല്ലേ സാർ? ഈ ഒരു ട്രേഡിംഗ് ഇത് സാറിൻ്റെ പ്രൊഫഷനാക്കി എടുക്കാനുള്ള റീസൺ, അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നല്ല വഴിയിൽ ഏതായാലും എനിക്കത് ചൂസ് ചെയ്തിട്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ട്രേഡിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും, ഇനി ഇത് അടുത്ത ടേണിംഗ് പോയിന്റ് എന്ന് ആൾക്കാർ പറയാമല്ലോ. അപ്പോൾ അതുപോലെ ഇനി എന്താ ചെയ്യാന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എന്ത് ചൂസ് ചെയ്താലും അത് ആ ഒരു ഏരിയയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ ടോപ്പ് ആവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. +2 ഞാൻ കൊമേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ കൊമേഴ്സിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയാസ് ഏതാണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തു. അതിലെനിക്ക് CA ACCA ഒക്കെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ CA ACCA ഇതിലേതെങ്കിലും ഒന്ന് പോകാമെന്നുള്ള തീരുമാനിച്ചു. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണില്ല എന്ന് തീരുമാനിച്ചു. സോ ഞാൻ ACCA CA ഒക്കെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയി തോന്നിയത് ACCA ആണ്. ഒന്നുകൂടി ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ് കിട്ടുന്നത് ACCA ആണ്. CA ആകുമ്പോൾ കൂടുതലും ഇന്ത്യയിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ അങ്ങനെ ഞാൻ ACCA പോയി. കൊച്ചിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ACCയിൽ നാട് കൊച്ചിയിലല്ലോ? അല്ല, എൻ്റെ നാട് നിലമ്പൂരാണ്. ഇവിടേക്ക് ACCA പഠിക്കാൻ വന്നത് കാരണം എൻ്റെ 1-2 കസിൻസ് ഇവിടെ കൊച്ചിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ റെഫർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാനൊരു 1 ഇയർ ഇവിടെ പഠിച്ചു. ഞാനൊരു 2018 വന്നത്, 18 ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും. അപ്പോൾ ഒരു 1 ഇയർ ഇവിടെ പഠിച്ചു. അപ്പോൾ അത്യാവശ്യം ഒരു 4 to 5 പേപ്പേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ പിന്നെ എക്സാംസ് ഇല്ല, ക്ലാസ് ഇല്ല, ഇങ്ങനെ എല്ലാം സ്റ്റക്കായാലും എല്ലാം സ്റ്റോപ്പായി. അങ്ങനെ നമുക്ക് വീട്ടിൽ പോകേണ്ടി വന്നു. സോ ഞാൻ ഈ ACCA പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും സിലബസിലുണ്ട്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഇത് എന്താണെന്ന് അറിയില്ല, അപ്പോൾ ഇതൊന്ന് പഠിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ 10th പഠിച്ച സമയത്തും എന്നെ പഠിപ്പിച്ച സാറുമാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കേട്ടിട്ടുണ്ട്. സോ അന്ന് മുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് ഭയങ്കര ഒരു ഇതിന് പേടിപ്പെടുത്തുന്ന വലിയ സംഭവമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൊറോണ സമയത്ത് ACCA പഠിത്തം കാര്യങ്ങളോ ക്ലാസ്സസ് ഒന്നുമില്ല, എക്സാംസ് ഒന്നും ഇല്ലല്ലോ. 2-3 മാസത്തോളം എക്സാംസ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു സമയം വെറുതെ കളയണ്ടല്ലോ. ഇപ്പോൾ കൊറോണ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത ആൾക്കാരുണ്ട്. സോ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത ആൾപ്പെട്ടാണ് ഞാനും. സോ ആ ഒരു 3 മാസം നന്നായിട്ട് സ്റ്റോക്ക് മാർക്കറ്റാണ് ആദ്യം പഠിച്ചത്. എങ്ങനെ, യൂട്യൂബിലാണോ? യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ. സോ യൂട്യൂബ് നോക്കിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഞാൻ ഇൻട്രാഡേ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ക്യാഷ് ഒക്കെ ഇട്ട് ഇൻട്രാഡേ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കയറാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ തിയറി നമുക്ക് അറിയുള്ളൂ. പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. സോ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇല്ല, കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ഇല്ല, മണി മാനേജ്മെന്റ് ഇല്ല. അപ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. കാരണം എനിക്ക് ലോസ് വരികയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റിലേറെ 2-3 ഇരട്ടിയേക്കാരെ ലോസ് വരിക. കാരണം ഞാനൊരു SL വെക്കും, എന്നിട്ട് പ്രൈസ് താഴേക്ക് വരുമ്പോൾ എനിക്ക് കയറുമായിരിക്കും വിചാരിച്ചിട്ട് SL ഒന്നുകൂടി താഴേക്ക് അങ്ങനെ വെച്ച് എനിക്ക് അത്യാവശ്യം ലോസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര ലോസും ഇല്ല, കാരണം ഞാൻ ആദ്യം മുതലേ പഠിക്കുകയാണല്ലോ. ഞാൻ ഭയങ്കര ക്യാപിറ്റലും റേസ് ചെയ്തിട്ട് ചെറിയ ക്യാപിറ്റലും അതിനനുസരിച്ചുള്ള കമ്പനീസിലൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ആയപ്പോഴാണ് യുക്രൈൻ-റഷ്യ വാർ വന്നത്. യുക്രൈൻ-റഷ്യ വാർ വന്ന സമയത്ത് എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് എനിക്ക് പ്രോപ്പറായി ട്രേഡിംഗ് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ SL ഇങ്ങനെ മാറ്റി വെക്കുന്നുള്ളതൊക്കെയാണ്. അപ്പോൾ യുക്രൈൻ-റഷ്യ വാർ വന്ന സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എപ്പോഴും ഈ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് ട്രേഡ് ചെയ്യരുത് എന്നുള്ളതൊക്കെ. സോ ആ സമയത്ത് ഞാൻ ഇപ്പോൾ നോക്കണ്ട, ഇനി മാർക്കറ്റ് ഒന്ന് റിക്കവർ ആയിട്ട് നോക്കാന്നുള്ള പ്ലാനിലായിരുന്നു. ട്രേഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത്. സോ ആ സമയത്താണ് ഞാൻ ഫോറക്സിനെ പറ്റി അറിയുന്നത്. ഫോറക്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. 24x5 ആണ് അതിന് ടൈമിങ് വരുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെയല്ല, ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഫോറക്സിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫോറക്സ് പഠിച്ചപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എനിക്ക് മനസ്സിലായത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഫണ്ട് നമുക്ക് റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇങ്ങനെ ഫോറക്സ് മാർക്കറ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇത് എനിക്കൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്കിനെക്കാട്ടി ബെറ്റർ ഫോറക്സ് ആണെന്നൊരു തോന്നല് വന്നല്ലേ? അതെ, കാരണം ഞാൻ ആദ്യം ഇന്ത്യൻ മാർക്കറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോറക്സ് മാർക്കറ്റും ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. കമ്പാരിസൺ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയി തോന്നിയത് ഫോറക്സ് മാർക്കറ്റാണ്. സോ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ഇത് ഒന്നുകൂടി കൂടുതൽ പഠിക്കണം, കൂടുതൽ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ആ സമയത്ത് യുക്രൈൻ റഷ്യ ആ സമയത്ത് എനിക്ക് ക്ലാസ്സസ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഈ കൊറോണ വന്ന സമയത്ത് ഹൈബ്രിഡ് ആകാൻ തുടങ്ങിയല്ലോ ക്ലാസ്സസ് ഒക്കെ. ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. എക്സാംസ് ആണെങ്കിൽ നമുക്ക് റിമോട്ട് എക്സാംസ് ഉണ്ട്, അതുപോലെ ഓഫ്ലൈൻ എക്സാംസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ കൂടുതൽ ഓൺലൈനായി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സസ് ആയാലും ഓൺലൈൻ ചൂസ് ചെയ്തു, അതുപോലെ തന്നെ റിമോട്ട് എക്സാംസ് ഒക്കെ ആയാലും കൂടുതൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് എക്സാംസും ക്ലാസ്സസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താ പറയുക, ഞാൻ എക്സാംസ് ചെയ്താൽ തുടങ്ങി. അത്യാവശ്യം പേപ്പേഴ്സ് ഫസ്റ്റ് F ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ ഇനിയിപ്പോൾ 4 പേപ്പറും കൂടെ ഉള്ളൂ, P ലെവലും കൂടെ ഉള്ളൂ. പക്ഷെ ഞാൻ വീട്ടുകാർ പറഞ്ഞു എനിക്ക് ബ്രേക്ക് എടുക്കണം, ഒരു 1 ഇയർ ബ്രേക്ക് എടുക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഇങ്ങനെ ഉണ്ട്, എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സോ എനിക്കിത് ഫുൾ ടൈം എമൗണ്ട് ഇരിക്കണം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വീട്ടുകാരുടെ പറഞ്ഞു കൊടുത്തു. സോ വീട്ടുകാർ കൺവിൻസ് ആയി. ഫസ്റ്റ് റെസ്പോൺസ് എന്തെങ്കിലും പറഞ്ഞ സമയത്ത് വരെ ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും വീട്ടുകാരിങ്ങനെ അത് വേണ്ട, ഏതാണ് നല്ലത് അത് ചെയ്യുക, അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്നേ വരെ വന്നിട്ടില്ല. എന്നാലും അവർക്ക് കൺസേൺ ഉണ്ടാവും, കാരണം ആരും ട്രേഡിംഗ് ഒന്നും ചെയ്യുന്നവർ കണ്ടിട്ടില്ലല്ലോ. ബൂം വന്നിട്ടില്ല എൻ്റെ ഫാമിലിയിലായാലും ഇപ്പോഴും ഇല്ല, എൻ്റെ നാട്ടിലായാലും ഇങ്ങനെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആരും ഇല്ല. അപ്പൊ ഞാനാണ് ഫസ്റ്റ്. അപ്പോൾ ഇത് എന്താവും എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. എന്നാലും എന്നെല്ലാം ഒരു വിശ്വാസം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നന്നാവട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് അവർ. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്തു, ഫുൾ പഠിത്തവും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ടൈം ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ എങ്ങനെ പഠിച്ചു? യൂട്യൂബ് തന്നെ പഠിച്ചത്. അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഞാൻ പറയാം. സോ യൂട്യൂബ് നോക്കി പഠിച്ചു ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം. പിന്നെ ഫോറക്സ് മാർക്കറ്റിൽ ഞാൻ ഇതുവരെ ആ സമയത്ത് ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ട് പേപ്പർ ട്രേഡിങ്, ഈ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോഴും പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് പേപ്പർ ട്രേഡിംഗ് അല്ലേ, നമുക്ക് ഇമോഷൻസ് വർക്ക് ആവില്ല എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എൻ്റെ റിയൽ ക്യാപിറ്റൽ പോലെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാണ്, ഫ്യൂച്ചറായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിയൽ പേപ്പർ ട്രേഡിങ്ങിലായാലും അതിന് ഓരോ ഡോളർ പോയി കഴിഞ്ഞാലും എൻ്റെ സ്വന്തം ക്യാഷ് പോകുന്ന രീതിയിലായിരുന്നു ഞാൻ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത് പേപ്പർ ട്രേഡിംഗ് ഒക്കെ? പേപ്പർ ട്രേഡിംഗ് നമുക്ക് MT5 MT4 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. MT5 MT4 എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ബ്രോക്കർ അല്ല, ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. സോ ഞാൻ അതിൽ ഡെമോ ട്രേഡിൽ 2 വർഷത്തോളം ഞാൻ ഡെമോ ട്രേഡ് മാത്രമേ, കാരണം ഇതിലൊന്നും ഓക്കെ ആണ്, നല്ല ടൈം എടുക്കും. നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല, നമ്മൾ ഒരു കാര്യം പഠിക്കാൻ ഭയങ്കര ഈസി ആയിക്കാരം. ഇപ്പോൾ സ്ട്രാറ്റജി ആയാലും ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അത് പഠിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിക്കാരം. പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് എന്താന്നൊക്കെ പഠിച്ച് അതിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയി വരണമെങ്കിൽ നല്ല സമയം എടുക്കും. സോ ഈ യൂട്യൂബിൽ പഠിച്ചുകൊണ്ടില്ല അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യൂട്യൂബിൽ പഠിച്ചുകൊണ്ട് ഇതൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക്, എന്നാൽ അതൊരു ഡിസഡ്വാൻറ്റേജും കൂടിയാണ്. എനിക്കിതൊരു തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞു തരാനില്ല. കാരണം ഞാൻ കുറേ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് കുറേ ട്രേഡ്സ് കഴിയുമ്പോഴായിരിക്കും ഓക്കെ ഇത് തെറ്റാണ് എന്ന് മനസ്സിലാവണത്. അത്രയും സമയം എൻ്റെ അടുത്ത് പോവാണ്. പക്ഷേ പേപ്പർ ട്രേഡ് ആയാലും എനിക്ക് പ്രശ്നമില്ലല്ലോ, പക്ഷെ അത്രയും സമയം എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് അത്രയും എക്സ്പീരിയൻസ് കൂടെ കിട്ടുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ തെറ്റിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് റിഫൈൻ ചെയ്തിട്ടാണ് ഞാനതിൻ്റെ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ട് അത് റെക്ടിഫൈ ചെയ്ത് പഠിച്ചത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇത്രയും സമയം എൻ്റെ വേസ്റ്റ് ആയി. 2 വർഷം 3 വർഷം ഓൾമോസ്റ്റ് 3 വർഷം തന്നെ പറയാം. എൻ്റെ അത്രയും ഒരു 2.5 ഇയേഴ്സോളം ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു. കറക്റ്റ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയുന്നില്ല. കാരണം എനിക്ക് മെന്ററില്ലല്ലോ, ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ല. സോ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ മിസ്റ്റേക്കിൽ നിന്നും റിഫൈൻ ചെയ്ത് പഠിച്ചു വരാൻ എനിക്ക് എത്രത്തോളം സമയം എടുത്ത്. സോ നേരെ മറിച്ച് എനിക്ക് ഒരു പ്രോപ്പർ കോഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും സമയം എടുക്കില്ല, കാരണം അവർ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഇല്ല, മെന്ററിൻ്റെ അണ്ടറിലായിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടാവാം. സോ ഇത്രയും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു
അഡ്വൈസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയും ടൈം എടുക്കില്ല. നമുക്ക് വേണമെങ്കിൽ 2-3 മാസം കൊണ്ട് ഒരു പ്രോപ്പർ പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ പ്ലാനിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് കണ്ടെത്തിയാൽ മതി. ഇതെനിക്ക് പ്ലാൻ സെറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല സമയം. പിന്നെ ഞാൻ കുറേ സ്ട്രാറ്റജികൾ ഒരു ബിഗിനർ ചെയ്യുന്ന പോലെ തന്നെ കുറേ സ്ട്രാറ്റജികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. SMC പഠിച്ചിട്ടുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻറ്റ്, പല പാറ്റേൺസിലും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു സ്ട്രാറ്റജി പഠിക്കും, അതിൽ ട്രേഡ് ചെയ്യും, ഒരാഴ്ചക്ക് ട്രേഡ് ചെയ്യണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ ഒരു ആഴ്ചത്തെ ആ ഒരു വീക്കിൽ മാർക്കറ്റിന്റെ പ്രശ്നമായിക്കാരം, ചിലപ്പോൾ ലോസ് ആയിക്കാരം വരിക. അപ്പോൾ ഞാൻ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് പോകും, അപ്പോൾ പിന്നെ സ്ട്രാറ്റജിയിൽ പോകും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ബാക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ അറിയില്ല, നമുക്ക് ട്രേഡിങ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു അഡിക്ഷൻ പോലെ ആയിരുന്നു. ഞാൻ രാത്രി 2 മണി 3 മണി വരെ ആയിരുന്നു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും പാഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനിത് കരിയർ ആക്കാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേറെ എല്ലാ ജോലികൾ പോലെയല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ടൈം എന്തെങ്കിലും ഇരുന്നാൽ മതി, അത്യാവശ്യം നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ചാർട്ട് നോക്കിയില്ലെങ്കിൽ ഇടങ്ങാറായിരുന്നു. സോ ആ സമയത്ത് എന്താ പറയുക, നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യും. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓരോ സ്ട്രാറ്റജികളും ബാക്ക് ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു 2.5 ഇയർ ഒക്കെ അത്രയും എക്സ്പീരിയൻസ് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് സ്ട്രാറ്റജി അല്ല മെയിൻ. നമ്മൾ ഏത് സ്ട്രാറ്റജിയിൽ ഒരു മന്തിൽ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്താലും ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും പ്രോഫിറ്റബിൾ ആണ്. SMC ആയാലും സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ആയാലും ഏത് ചാർട്ട് പാറ്റേൺ ആയാലും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ലൈവ് ട്രേഡിൽ പ്രോഫിറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്നേ ചെയ്യാത്ത കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, പിന്നെ സൈക്കോളജി. ഓരോ ട്രേഡ് എടുക്കുക എന്നുള്ളത് ആ ട്രേഡിന് എത്ര റിസ്ക് വരണം, അല്ല എത്ര പ്രോഫിറ്റ് വരണം, ഇങ്ങനെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ ഇഷ്യൂ എന്നുള്ളത്. ഈ ഒരു ഇഷ്യൂ എനിക്ക് മനസ്സിലാക്കാൻ 2.5 വർഷം എടുത്ത്. ഇതെനിക്ക് ഞാനൊരു മെൻറ്ററിൻ്റെ അണ്ടറിൽ പോവുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ 3 മാസം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സെറ്റാക്കി തരും. ഇത് എനിക്ക് സെറ്റ് ആവാൻ 2.5 വർഷം എടുത്ത്. ഇത് റിയലൈസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായത് ഇത്രയും സമയം എൻ്റെ വേസ്റ്റ് ആയത് ഈ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത്. അതെനിക്ക് റിഗ്രറ്റ് ആയി മാറി. പിന്നെ എനിക്ക് മനസ്സിലായല്ലോ ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കീ ആണ് റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, സൈക്കോളജി. വേറെ ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി പഠിച്ചാലും ചെറിയ പോർഷൻ ഉള്ളൂ. നമ്മൾ SMC പഠിച്ചാലും പ്രോഫിറ്റബിൾ ആണ്, ICT പഠിച്ചാലും പ്രോഫിറ്റബിൾ ആണ്, ബേസിക് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റന്റ് പഠിച്ച് ട്രേഡ് ചെയ്താലും പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ എങ്ങനെ പ്രോഫിറ്റബിൾ ആവും? പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ചെയ്താൽ മാത്രം. പിന്നെ സൈക്കോളജി, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടും കാര്യമില്ല, പ്രോഫിറ്റബിൾ ആവില്ല. ഓക്കെ, സോ അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി. പിന്നെ അത് റിയലൈസ് ചെയ്ത് തൊട്ട് ഞാൻ പ്രോഫിറ്റബിൾ ആകാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ക്യാഷ് ഞാൻ നേരെ ഇങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റി. അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്തു. വീട്ടുകാരും ഓക്കെ, ഞാനും ഓക്കെ. അങ്ങനെ ഞാൻ SCCI കംപ്ലീറ്റ് ക്വിറ്റ് ചെയ്തു. പിന്നെ ആ സമയത്ത് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് പേജൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ റീച്ച് ഒന്നുമില്ല. ഒരു ഇടുന്ന വീഡിയോസിന് 1000 അണ്ടറിൽ നമുക്ക് വ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കൽ തുടങ്ങി, പഠിപ്പിച്ചു തരുമോ, അങ്ങനെ പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കൽ തുടങ്ങി. ഞാൻ അവർക്ക് പഠിപ്പിച്ചു തുടങ്ങാൻ തുടങ്ങി. പെയ്ഡായിട്ട് തന്നെ. അല്ലാതെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എൻ്റെ അത്രയും സമയം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തത് ഞാൻ എന്തായാലും വെറുതെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്കും അതിന് വില ഉണ്ടാവില്ല, എനിക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. ഞാൻ അവർക്ക് നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അവരെ പഠിപ്പിക്കണം, അവർ പ്രോഫിറ്റബിൾ ആണെന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അവർ ക്യാഷ് തന്നല്ലേ പഠിക്കണം എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടായതുകൊണ്ട് അവരും പ്രോപ്പറായിട്ട് പഠിക്കും. ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോഴാണ് എനിക്കിത് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്കും ഒരു പൈസ വാങ്ങിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ അങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ചെയ്ത് കണ്ടിട്ടാണ് എനിക്ക് ഇവിടുന്ന് കോൾ വന്നത്. ഇവിടെ നിങ്ങൾ വിളിച്ചതാണ് ഷെഫിക്സ് അല്ല, അന്നത്തെ ഇവിടെ HR വിളിച്ച് അങ്ങനെ ഇവിടേക്ക് വിളിച്ചതാണല്ലേ? ഏത് വർഷം? 2023 നിങ്ങൾ വിളിച്ച് അപ്പോൾ നേരെ ഇന്റർവ്യൂ ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തതാണ്? ഇന്റർവ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ട്രേഡിംഗ് ആണ് വലുത്, ട്രെയിനറായിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് ആണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യാനുള്ള സമയം കിട്ടണം. ട്രെയിനിങ് എനിക്ക് ഓക്കെയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിങ്ങൾ വരിയിടാണ്ട് ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇവിടെ ട്രേഡിംഗ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ട്രേഡ് ചെയ്യാൻ നല്ല സമയം കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ എന്താണെന്നുള്ള കൃത്യമായ ഗോളും പ്ലാനിങ് എനിക്കിപ്പോഴേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണമായിരുന്നു, ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്, ട്രേഡിംഗ് നിങ്ങൾക്ക് ഉണ്ട്, അല്ലാതെ എനിക്ക് പുറത്ത് കുറച്ച് ബിസിനസ്സും കൂടെ ഉണ്ട്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 30ാമത്തെ വയസ്സിൽ എനിക്കൊരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യണമെന്നുള്ളത് എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സാറിൻ്റെ റോൾ എന്താണ്? ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം ട്രെയിനറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ POC ആയി, പ്രൊമോട്ടായി. പിന്നെ അവിടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്നത് കറൻസി പിപ്സ്. അത് ഇവിടെ തന്നെ എംപ്ലോയീസ് എല്ലാം സെയിം ആണ്, രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുള്ളൂ. ഫോറക്സ് പഠിപ്പിക്കുന്ന കറൻസി പിപ്സും സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്ന SMK. ഓണേഴ്സും ടീമെല്ലാം സെയിം ആണ്. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കിയെന്നുള്ളൂ. അതെ, ട്രെയിനേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഫോറക്സിന്റെ ട്രെയിനേഴ്സ് വേറെ, SMKന്റെ ട്രെയിനേഴ്സ് വേറെ. സാർ അപ്പോൾ കറൻസി പിപ്സിൽ ട്രെയിനേഴ്സ് ആയി വന്നു. പിന്നെ കറൻസി പിപ്സിന്റെ POC ആയി വന്നു. അതായത് ട്രെയിനേഴ്സിന്റെ ഹെഡൊക്കെ ആയിട്ട് ഞാൻ പ്രൊമോട്ടായി. അതിനുശേഷം ഞാനിപ്പോൾ കറൻസി പിപ്സിന്റെയും SMKന്റെയും മാർക്കറ്റിംഗ് ഹെഡാണ്. മാർക്കറ്റിംഗ് ഹെഡായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിങ് ഇല്ല ഇപ്പൊ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാം. അതെ. ഓക്കെ. പിന്നെ അപ്പോൾ സാർ ഇപ്പോൾ ഏകദേശം സാറിൻ്റെ ഒരു ജേണി ഒക്കെ മനസ്സിലായി. ഇനി നമുക്ക് നേരെ ഫോറക്സിലേക്ക് കിടക്കാം. എന്താണ് ആക്ച്വലി ഫോറക്സ് മാർക്കറ്റ്? ഓക്കെ, എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓരോ കമ്പനീസിൻ്റെയും ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത്. കറൻസി നമ്മളെ ഡോളർ, യൂറോ, പൗണ്ട്, ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റ് ആണ് നമ്മൾ ക്രിപ്റ്റോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഫോറക്സ് പറഞ്ഞാൽ നമ്മൾ കറൻസി മാർക്കറ്റാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഇപ്പോൾ ക്രിപ്റ്റോനെക്കാട്ടിലും ഏറ്റവും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ട്രില്യൺസ് വോളിയമാണ്, ട്രില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ഡെയിലി ഫോറക്സ് മാർക്കറ്റ് നടക്കുന്നത്. അത്രത്തോളം വലുതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലേ കറൻസിയിലാണ് ട്രേഡ് ചെയ്യുക. ഓരോ കറൻസി പേയേഴ്സാണ് നമ്മൾ ട്രേഡ് ചെയ്യാം. യൂറോ, USD JPY, GBP USD, ഇതുപോലെ കറൻസി പേയേഴ്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് സെറോദ, ഫയേഴ്സ്, അപ്സ്റ്റോക്സ് അങ്ങനെ കുറേ ഉണ്ട്. ഇത് നമ്മളെങ്ങനെ ഇപ്പോൾ നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് FXT എന്ന ബ്രോക്കർ ഉണ്ട്, അതുപോലത്തെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഈ FXT എന്ന ബ്രോക്കറിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ MT5 ആയിട്ട് ലിങ്ക് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലാണെങ്കിൽ നമ്മൾ സെറോദ, അപ്സ്റ്റോക്സിൽ ക്യാഷ് ഇടുന്നത് അതിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ബ്രോക്കർ ഉണ്ട്, ട്രേഡ് ചെയ്യാൻ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, ബ്രോക്കർ വെച്ചിട്ട് ആ ബ്രോക്കർ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ എന്താ ട്രേഡ് ചെയ്യുക. ഈ MT5 അല്ലെങ്കിൽ MT4 പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. വിഡ്രോവലും ഡെപ്പോസിറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ബ്രോക്കറിലാണ് ചെയ്യുക. സാർ, ഈ ഫോറക്സ് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് ഞാൻ ഉദ്ദേശിച്ച ഈ വോളിയത്തിൽ അങ്ങനെയുള്ള ഇതിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ആണ്. ടൈമിംഗ് ആണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ്, രാവിലെ 9:30 തൊട്ട് 3 മണി വരെ. നമുക്ക് ഫോറക്സ് മാർക്കറ്റ് ആണ് 24/5 ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ 24 hours ആണ് ഇതിന്റെ മാർക്കറ്റ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഓരോ സെഷൻസും ഉണ്ട്. ഏഷ്യ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ഈ 3 സെഷനിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ ഏഷ്യ സെഷൻ പറഞ്ഞാൽ ഇവിടെ ഒരു 12:30 വരെയൊക്കെയാണ് അതിൻ്റെ ടൈം. അതിൽ അത്യാവശ്യം വോളിയം കുറവായിരിക്കും. അതായത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഷ്യൻ്റെ ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ആ ഒരു അത്രയ്ക്കും വോളിയം ഉണ്ടാവില്ല. കുറച്ച് ലിമിറ്റഡ് രാജ്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ലിമിറ്റഡ് കൺട്രീസേ ഉള്ളൂ. പിന്നെ ഉള്ളത് ന്യൂയോർക്കാണ്, ലണ്ടൻ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലണ്ടനാണ്. ലണ്ടൻ സെഷൻ 12 മുതൽ ഒരു 5 മണി വരെയൊക്കെ. ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു വോളിയം ഉണ്ട്. കമ്പയർ ടു ഏഷ്യ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയംസ് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് മാർക്കറ്റിൽ ഒന്നുകൂടി വോളിയംസ് കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ന്യൂയോർക്ക് സെഷൻ വരുന്നത്. 5 മണി തൊട്ട് രാത്രി ഒരു 9 മണിക്ക്. അതിന് ടൈമിങ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, മാറിക്കൊണ്ടേയിരിക്കും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാവുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതും. അപ്പോൾ അതിനുശേഷമുള്ള ടൈം, അതിനുശേഷമുള്ള സമയത്ത് ട്രേഡ് ചെയ്യണത് അത്ര നല്ലതല്ല. വോളിയം കുറവായിരിക്കും, മാർക്കറ്റിൽ മൂവ്മെന്റ് കുറവായിരിക്കും. അതായത് ഈ 3 സെഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒന്നെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർക്ക് അവർ ജോലി കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഫോറക്സിൽ. ഇന്ത്യ മാർക്കറ്റ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർ അതിനെ കൊണ്ടാണ് ഫോറക്സിന് വേണ്ടി ചിന്തിക്കുന്നത് തന്നെ. അവർക്ക് വർക്കിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി രാത്രി ഇരുന്ന് ചെയ്യാലോ. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു 1 year ബാക്കത്തെ പോലെയല്ല ഇപ്പോൾ.
ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് കയറിക്കൊണ്ടിരിക്കുന്നത് ഫോറക്സിനാണ്. ഫോറക്സിലേക്കാണല്ലേ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. വർക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇവിടുന്ന് സ്റ്റോക്ക് നിന്നായാലും ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഫോറക്സിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ്, SIP, ഷോർട്ട് ടൈം ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റ് ആ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ സാറേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഫോറക്സിൻ്റെ അഡ്വാൻറ്റേജസ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ടൈമിങ്, ഏത് ടൈമിൽ രാത്രി 24/5 ആണ് വരുന്നത്, പിന്നെ നമുക്ക് വോളിയം കൂടുതലാണ്, ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തായാലും എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അതായത് ഇതിൻ്റെ വോളിയം. ഇതിൻ്റെ എത്രത്തോളം വോളിയം ഉള്ളതുകൊണ്ട് തന്നെ അത്രത്തോളം മാനിപ്പുലേഷൻസും ഈ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അത്രയും നമുക്ക് ലോസ്, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റും അത്രയും ലോസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ലോസ് വരുന്നത് ആക്ച്വലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ അതൊക്കെ മാനേജ് ചെയ്യണം. അവരാണ് മാർക്കറ്റ് മൂവ് ചെയ്യണതൊക്കെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മൾ ലോസ് വരുത്താൻ പറ്റും, പക്ഷെ എത്ര ലോസ് വേണമെന്ന് തീരുമാനിക്കാൻ നമ്മളാണ്. ഓക്കെ, സോ ഇതിൽ മാനിപ്പുലേഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ദിവസത്തെ ട്രെൻഡ് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രത്തോളം വോളറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ. ചിലപ്പോൾ നമ്മൾ ബുള്ളിഷാന്ന് വിചാരിക്കുമ്പോഴേക്കും അത് ഒറ്റയ്ക്ക് ബാലൻസ് വരാം, ചിലപ്പോൾ റേഞ്ച് ആയിക്കാരം. അപ്പോൾ നമുക്ക് അത്ര കണ്ട് 100% പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ അന്നത്തെ ന്യൂസ് ബേസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. പെട്ടെന്നുള്ള മൂവ്മെന്റ് ആയിക്കാരം. പിന്നെ ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവും മാർക്കറ്റിൽ. ഭയങ്കര വോളറ്റൈൽ വോളിയം കൂടുന്നതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ തന്നെ ക്യാൻഡിൽസ് ഒക്കെ ഭയങ്കര സ്പീഡിലേക്കാരം മേലെ പോവുക ഈ ന്യൂസിന്റെ സമയത്തൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഓരോ NFP, CPI ഇതുപോലത്തെ ന്യൂസ് ഉണ്ട്. ആ ന്യൂസിന്റെ സമയത്ത് ഒരൊറ്റ ക്യാൻഡിലേക്കാരും മാർക്കറ്റ് ഭയങ്കരമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവുക. NFP, CPI ഇതൊക്കെ ഗ്ലോബൽ ന്യൂസസ് ആണ്. അപ്പോൾ ഈ ന്യൂസിലെ സമയത്ത് ഇത് നമുക്ക് ന്യൂസ് എപ്പോഴാണ് അതിൻ്റെ ടൈമിങ്ങൊക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റും. അതിനുള്ള വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സമയത്ത് മാർക്കറ്റ് ഒന്ന് മാറിക്കുന്നത് നല്ലതാണ്. ഇങ്ങോട്ടാ പോകുന്നു പറയാൻ പറ്റില്ല, നല്ല പോകും. കാരണം ഇപ്പോൾ നമ്മളൊരു $10 റിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ SL അടിച്ചു കഴിഞ്ഞാൽ $10 ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് ടൈമിലാണ് SL അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 40 രൂപ 50 രൂപ വരെ ലോസ് വരാം. കാരണം ആ സെക്കൻഡ് നമുക്കിപ്പോൾ ഒരു SL അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ, ആ ടൈം പോലും കിട്ടൂല. അത്ര ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാം, അങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണല്ലേ. ഇത് അഡ്വാൻറ്റേജ് ആണ്, ഡിസഡ്വാൻറ്റേജ്. ഇവിടെ പ്രോപ്പർ റിസ്ക് റിവാർഡ് മണി മാനേജ്മെന്റ് ആണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് കാണിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ഇതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ഇവിടെയാണ് ഇതിൽ വരുന്നത് അല്ലേ. ഓക്കെ സാർ, അപ്പോൾ അധികം ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് വരാനുള്ള മേജർ റീസൺ എനിക്ക് തോന്നുന്നത് ഒന്ന് വരെ ടൈമിങ്, രണ്ടാമത് എനിക്ക് തോന്നുന്നത് വരെ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് ഫണ്ട് ഇല്ലെങ്കിലും ഇവർക്ക് ചെയ്യാൻ അറിവുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സംഭവം. ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഫണ്ടഡ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ട്രേഡിംഗ് നമുക്ക് നല്ലൊരു ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ക്യാപിറ്റൽ വേണം. അത്യാവശ്യം നല്ലൊരു ഇപ്പോൾ ഒരു 1 lakh rupees നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ നമുക്ക് ക്യാപിറ്റൽ വേണം. ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അതും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് റിസ്ക് എലമെന്റ്സ് ആണ്. അതിന് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് മാറ്റി വെക്കുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് തരാൻ നമുക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്, പുറത്ത് കമ്പനീസ് ഉണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാൻ ഫണ്ട് അവർ തരും. പക്ഷെ നമുക്ക് ട്രേഡിങ് അറിയാമെന്നുള്ളത് അവർ ആദ്യം ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ചലഞ്ച് ഫേസ് ഉണ്ട്. phase 1, phase 2 എന്നുള്ളൊരു ചലഞ്ച് ഉണ്ട്. ആദ്യം നമ്മളിപ്പോൾ ഓരോ $5,000 മുതൽ $2 ലക്ഷം വരെ നമുക്ക് ഫണ്ടിങ് കിട്ടും. $2 ലക്ഷം കിട്ടും. $2 ലക്ഷം വരെ ഫണ്ടിങ് കിട്ടും. അപ്പോൾ ഇതിന് ആദ്യം ഒരു രജിസ്ട്രേഷൻ എമൗണ്ട് ഉണ്ട്. ചെറിയ എമൗണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു $50,000 അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു $20,000 അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 14,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഈ 14,000 കൊടുത്താൽ നമ്മൾ ഉറപ്പില്ല. അതായത് phase 1, phase 2 ചലഞ്ച് ഉണ്ട്. ഇത് പാസ്സായാലും നമുക്ക് പാസ്സായില്ലെങ്കിൽ പൈസ പോകും. ഇപ്പൊ ഈ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഒരു 100 ആൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് കഴിഞ്ഞാൽ ഒരു 90 ആളും ഫെയിൽ ആവും. 10 ആളെ ഇതിൽ പാസ്സാവുള്ളൂ. കാരണം
ഇപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഫണ്ടഡ് അക്കൗണ്ട് പറഞ്ഞാൽ വേറൊരാളെ പൈസയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫണ്ട് തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. അതിന് നിങ്ങൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇത്ര ലോസ് വരാൻ പാടില്ല. ആ റൂളിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഫേസ് 1 ഫേസ് 2 ആണ് ചലഞ്ച് ഉണ്ടെന്നൊക്കെ. ഈ ഫേസ് 1 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8% പ്രോഫിറ്റ് ആണ് ടാർഗറ്റ്. ടൈം ലിമിറ്റ് ഇല്ല. ആദ്യം ഞാൻ അവർ തരുന്ന ഫണ്ടിന്റെ 8% പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചെടുക്കണം. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോറക്സിലോട്ട് വരുന്ന സമയത്ത് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു 30 ദിവസം. ഫേസ് 1 30 ദിവസം, ഫേസ് 2 60 ദിവസം. അപ്പൊ അങ്ങനെ ടൈം ലിമിറ്റ്സ് ഇല്ല. അപ്പൊ അൺലിമിറ്റഡ് ഡേയ്സ് ആണ്. ഒരു റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 8% പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂൾ പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 5% ലോസ് വരാൻ പാടില്ല. ഒരു ദിവസം 5% ലോസ്. അവർ തന്ന ക്യാപിറ്റൽ ഇപ്പോൾ ഒരു $10,000 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 5% നമ്മൾ ആദ്യം ഒരു ദിവസം ലോസ് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആവും, ഫെയിൽ ആവും. ഈ ഫേസ് 1 ചലഞ്ചിൽ നമ്മളിപ്പോൾ 8% പ്രോഫിറ്റ് ഉണ്ടായി കൊടുത്താൽ ആ പ്രോഫിറ്റ് എന്തെങ്കിലും നമുക്ക് കിട്ടും? ഇല്ലാതെ അവർക്കുള്ളതാണ്. ചില ബ്രോക്കേഴ്സ് അതിന്റെ 50% നമുക്ക് തരുന്നുണ്ട്. എല്ലാ ബ്രോക്കേഴ്സും നമുക്കാണ് തരില്ല. ഈ 8% പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് ഈ ഡെയിലി 5% ലോസ് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ബ്രീച്ച് ആവും. ഓവറോൾ 10% ലോസ് വരാൻ പാടില്ല. ഓവറോൾ 10% വരാൻ പാടില്ല. അതായത് ഒരു 1 വീക്ക് കൊണ്ട് 1 മന്ത് കൊണ്ട് നമുക്ക് 10% ലോസ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അക്കൗണ്ട് ഫെയിൽ ആവും. പിന്നെ നമ്മൾ ആദ്യം മുതൽ ഈ അക്കൗണ്ട് പിന്നെ പർച്ചേസ് ചെയ്യണം. പിന്നെ ഫേസ് 2 എന്താ? ഫേസ് 2 5% പ്രോഫിറ്റ് ടാർഗറ്റ് ഉള്ളൂ. ബാക്കിയുള്ള റൂൾസ് ഒക്കെ സെയിം ആണല്ലേ. 5% ഡെയിലി ലോസ് വരാൻ പാടില്ല. 10% ഓവറോൾ ലോസ് വരാൻ പാടില്ല. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് റിയൽ അക്കൗണ്ട് കിട്ടും. അവരെ പേരിലുള്ള അക്കൗണ്ട് നമുക്ക് തരും. അതെ, നമ്മൾ അതിൽ ട്രേഡ് ചെയ്യാം. ഇതിലുണ്ട് റൂള്. ഇതിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ലാന്നുള്ളൂ. അവിടെ ഉണ്ട് നമുക്ക് ലോസും ഓവറോൾ 5% വരാൻ പാടില്ല. ഓവറോൾ 10% ലോസ് വരാൻ പാടില്ല. പക്ഷേ ഇതിൽ ഫണ്ട് അക്കൗണ്ട്സ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് എത്ര പെർസെന്റേജ് കിട്ടുക? അത് ഓരോ കമ്പനി ഡിപ്പെൻഡ്സ്, ഓരോ ഫേംസ് ഡിപ്പെൻഡ് ആണ്. കിട്ടും 80% 80% കിട്ടും. അതായത് ഒരു $1000 ഉണ്ടാക്കുകയാണെങ്കിൽ $800 നമുക്കാണ് കിട്ടുക. 80% കിട്ടില്ല മിനിമം. ശരി. ചില കമ്പനീസ് സ്റ്റാർട്ടിങ്ങിൽ 75 തരുള്ളൂ. പിന്നെ അടുത്തൊരു 1 മന്ത് കഴിഞ്ഞാൽ 80% ആവുള്ളൂ. ചില ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് 90% വരെ നമുക്ക് കിട്ടും. ഈ ഫണ്ട് അക്കൗണ്ട്സ് ആകുമ്പോൾ അവിടെ വേറെ റെഗുലേഷൻസ് പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ, അവിടുത്തെ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് അല്ലേ? അപ്പോൾ 80% മിനിമം നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ആയതിനെ നല്ല സിസ്റ്റമാറ്റിക് ആയ സ്ട്രാറ്റജി വെച്ച് നല്ല സൈക്കോളജി മൈൻഡ് സെറ്റും വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ്. ഇപ്പോൾ ഒരു 1 lakh അല്ലെങ്കിൽ $2 lakh അക്കൗണ്ട് മതി. ഒരു 5% ഇപ്പോൾ $2 lakh അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു 5% എടുത്താൽ തന്നെ നമുക്ക് എത്ര വലിയൊരു എമൗണ്ട് ആയില്ലേ? $10,000 ആയി. അതിൽ $8,000 നമുക്കാണ് കിട്ടുക. അത് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 7 lakh rupees ആയി. ചെയ്യുന്നുണ്ടോ? എനിക്കൊരു ഇപ്പോൾ കറന്റ് ഉള്ളത് 20K ഫണ്ട് അക്കൗണ്ട്സ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര പ്രൊഫഷണൽ ആയാലും ഇതൊരു സമയമാകുമ്പോൾ അവർ ബ്രീച്ച് ചെയ്യും. പിന്നെ അവര് ബിസിനസ് പറഞ്ഞാൽ എന്താണ്, ഈ രജിസ്ട്രേഷൻ ഫീസ് ആണ്. ഞാൻ എത്ര പ്രൊഫഷനായി പറ്റില്ല, 2-3 പേരെടുത്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് ബ്രീച്ച് ചെയ്യും. നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ന്യൂസിൽ ട്രേഡ് ചെയ്തു, എന്തെങ്കിലും സില്ലി റീസൺസ് പറഞ്ഞിട്ട് അത് ബ്രീച്ച് ചെയ്യും. അതിന് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന്, അങ്ങനെ ആ രീതിയിൽ ആൾക്കാർ ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പോൾ ബാക്കി ഇതിലുള്ള നമുക്ക് സ്ട്രാറ്റജീസും എല്ലാ കാര്യങ്ങളും സ്റ്റോക്കിലും ഇതിലേക്ക് വരുന്ന പോലെ തന്നെ സെയിം ആണ്. പക്ഷേ റൂൾസിലും കാര്യങ്ങളിലാണ് ഇതിൽ മേജർ ഡിഫറൻസ് വരുന്നത് അല്ലേ? ഓക്കെ സാർ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ സാർ നേരത്തെ തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് അതിലേക്ക് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ഫോറക്സിലേക്ക് വരുന്ന ആൾക്കാരോട് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ? ബിഗിനേഴ്സ് ആകുമ്പോൾ അവർക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ പഠിച്ച സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഇത്രയും സമയം പോയത് ഞാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതെങ്കിലും 2 പഠിക്കുക, 2 സ്ട്രാറ്റജി പഠിക്കുക. ഇതെൻ്റെ ഓരോരുത്തരും സാറിൻ്റെ സജഷനിൽ നമുക്ക് ഫോറക്സിൽ ഏറ്റവും ബെറ്റർ സ്ട്രാറ്റജി ഏതായിരിക്കും? ബെറ്റർ അല്ല, കൂടുതൽ നമുക്ക് വിന്നിങ് റേഷ്യോ കൂടുതലുള്ള സ്ട്രാറ്റജി ഏതായിരിക്കും? അങ്ങനെ പറയാൻ എനിക്ക് എന്തായാലും കഴിയില്ല. കാരണം ഞാൻ ICAലും ചെയ്തിട്ടുണ്ട്, SMC ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻറ്റും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രോഫിറ്റബിളാണ്. പക്ഷെ ഇതെല്ലാം പ്രോഫിറ്റബിളാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ പ്രോപ്പർലി സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്യുന്ന ആളല്ല. സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുന്നില്ല. ഏതെടുത്താലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. റിസ്ക് റിവാർഡ് എത്ര? 1:3 ആണ് എൻ്റെ റിസ്ക് റിവാർഡ്. ഇപ്പോൾ 1:, ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ. ഇപ്പോൾ 1:3 റിസ്ക് റിവാർഡ് ചെയ്യുന്ന ട്രേഡറിന് വെറും 30% വിന്നറിയുള്ള സ്ട്രാറ്റജി മതി.
1:3 ഓക്കെയോ 30 മതി പോരെ. മതി 10 ട്രേഡ് എടുത്താൽ അതിൽ 3 പ്രോഫിറ്റ് ആയാൽ മതി, ബാക്കി 7 ലോസ് ആയാലും അവൻ പ്രോഫിറ്റബിൾ ആണ്. ആണ്. അപ്പോൾ ആദ്യത്തെ 7 ട്രേഡ് ലോസ് ആയാലും ഇപ്പോൾ 1% റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 7% 7% ലോസ് ആയി. ബാക്കി 3 ട്രേഡ് കൊണ്ട് നമുക്ക് 12% പ്രോഫിറ്റ് കിട്ടുന്നത്. ബാക്കി 5% ആയപ്പോൾ നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് ആണ്. അതാ പറഞ്ഞ് ഞാൻ സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ മാനേജ് ചെയ്യുക, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് മാനേജ് ചെയ്യുക, ഇതിലാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം ഞാൻ 2.5 വർഷം എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ ഇതിൽ ബിലീവ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിൽ ബിലീവ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നേടാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിയിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഏത് സ്ട്രാറ്റജി എടുത്താലും നമുക്ക് പ്രോഫിറ്റ് ഇടാൻ പറ്റും. സോ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇനീഷ്യലി ഒരു 1-2 സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിൽ കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആ 2 അവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അതിലേതെങ്കിലും ഒന്നേ അവർക്ക് കംഫർട്ട് ആവുള്ളൂ. അപ്പൊ അതായത് ഇപ്പോൾ അവരുടെ ടൈമിംഗ് അനുസരിച്ച് ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യാം. ടൈം ഫ്രെയിംസ് ഡിഫറെന്റ് ആവേണ്ടി വരും. ചിലപ്പോൾ 1 hour 4 hour എന്നുള്ള വലിയ ടൈം ഫ്രെയിംസ് പോകേണ്ടി വരും. ഇപ്പോൾ ഫുൾ ടൈം ട്രേഡർ അല്ല എന്നുണ്ടെങ്കിൽ, ഫുൾ ടൈം വേറെ പണിയൊന്നും ഇല്ല തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് 15 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് അത് അവർ തന്നെ കണ്ടെത്തണം. ബാക്ക് ടെസ്റ്റ് അവർ കണ്ടെത്തണം. അതൊന്നും ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം അത് അവനെ ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഒരു സ്ട്രാറ്റജിയിലായാലും അവൻ്റെ ഒരു സ്റ്റൈല് അവൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അവൻ ഇവിടെ വന്ന് പഠിച്ച് അതുപോലെ ഇപ്പം നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്ത് പോകാന്നുള്ളതല്ല. അതുകൊണ്ട് കാര്യമില്ല അവനക്ക്. ഞാൻ ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ ചെയ്യണമെന്ന് നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും, അതിന്ന് അവന് അവൻ്റെതായ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നാലേ അവനക്ക് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, കാരണം എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും നമുക്ക് ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഡിഫറെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനി ചേഞ്ചസ് വരുത്താൻ അവർ പഠിക്കണം. അത് ഇനീഷ്യലി അവർ പഠിച്ചാലേ ഓരോ മാർക്കറ്റ് കണ്ടീഷനിലും അവർക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ച് ഇവിടുന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. കാരണം ഇവിടെ നമ്മൾ കൂടുതലും തിയറിൻ്റെ പാർട്ടൊക്കെ പെട്ടെന്ന് തീരും, പിന്നെ കൂടുതൽ പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കൽ സമയത്താണ് അവർ പഠിക്കുന്നത് എങ്ങനെ ഇതിന്ന് അവരുടേതായുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും, അവരുടേതായുള്ള സ്റ്റൈൽ എങ്ങനെ കണ്ടെത്താന്നുള്ളത്. അത് കണ്ടെത്തുന്നതാണ് അവരുടെ സക്സസ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏത് മാർക്കറ്റ് സിറ്റുവേഷനിലും അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ടത് റിസ്ക് റിവാർഡ്, ഇമോഷൻസ്, സൈക്കോളജിന് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവർ ഞാൻ പറഞ്ഞല്ലോ സ്ട്രാറ്റജിക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുള്ളൂ അല്ലേ. റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, സൈക്കോളജിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല. അവരെ പഠിക്കാൻ കുറേ ടൈം എടുക്കും. ഈ സാധനം പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഓരോരുത്തരുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്. ആ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ് അവരുടെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് വരിക. അപ്പോൾ അത് അവർ ചെയ്ത് അവർക്ക് ലോസ് വന്നിട്ട് എന്നാലേ അവർ റിയലൈസ് ചെയ്യുള്ളൂ, ഓക്കെ ഇതൊന്നല്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അത് അവർ എക്സ്പീരിയൻസ് അവർ പഠിക്കണം. ട്രേഡിംഗ് എന്ന് പറഞ്ഞല്ലോ നമുക്ക് എല്ലാം പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ അവർ പഠിക്കേണ്ടത് അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്നാണ്. പക്ഷെ അതിലേക്കുള്ളൊരു ഇത്രയും നേരത്തെ പറഞ്ഞ 2.5 വർഷമുള്ളത് ഒരു 3 മാസം കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നല്ല പ്രോപ്പർ മെൻറ്റേഴ്സിന് ട്രെയിനേഴ്സിന് കൂടെ പോയാൽ കിട്ടും അല്ലേ. ഓക്കെ സാറേ, ഈ ഒരു ഫോറക്സിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ ബുക്കുകളോ യൂട്യൂബ് ചാനലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സാറ് എപ്പോഴും നോക്കുന്ന റെഫർ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുപാട് ഫോറിനേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽസ് നോക്കാറുണ്ട്. ഏതെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും സാറിൻ്റെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ചാനലുകൾ? ഞാൻ ആദ്യം എനിക്കൊരു എന്താ പറയുക ഒരു എഡ്ജ് കിട്ടിയത് ZM Capital എന്ന് പറയുന്ന ഒരു ട്രേഡറിൻ്റെ യൂട്യൂബ് ചാനൽ. ZM Capital പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കൊരു എഡ്ജ് കിട്ടിയത്. അവിടെ നിന്നാണ് എനിക്കൊരു ഓക്കെ ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നത്. അതുവരെ എനിക്ക് എന്തോ ചെയ്യുന്നത് എന്തോ ആവുന്നൊരു മൈൻഡ് ആയിരുന്നു. ZM Capital ഒക്കെ ഒരാൾക്ക് റെഫർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബുക്സ് ഞാൻ അങ്ങനെ വായിക്കാറില്ല. ഇപ്പോൾ ബുക്സൊക്കെ വായിച്ചാലും ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അവരുടെ എക്സ്പീരിയൻസ് ആണ് അതിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആ എക്സ്പീരിയൻസ് ലേൺ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് അവരുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആവാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സാധനം വേണം. അപ്പൊ അവരുടെ സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്താലും അതിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഞാൻ എൻ്റെ ഇമോഷൻ അനുസരിച്ച് ഞാൻ ടൈം ഫ്രെയിംസ് മാറ്റേണ്ടി വരും. എൻ്റെ ഇമോഷൻസ് ഞാൻ റിസ്ക് മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ യൂട്യൂബ് ട്രേഡേഴ്സ് കാണാൻ അല്ലെങ്കിൽ അവർ പ്രൊഫഷണൽസ് ആയിരിക്കണം, ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, 10 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിലേറെ എക്സ്പീരിയൻസ് ഉണ്ടാവും.
അവർ ചിലപ്പോൾ ആ ബുക്കിൽ പറയുന്നത് ഒരു ട്രേഡിൽ നിങ്ങൾ 2.5% റിസ്ക് ചെയ്യണം, എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം ഗ്രോത്ത് വരാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് കറക്റ്റാണ്. 2.5% ഒരു ട്രേഡിൽ റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1:3 ട്രേഡ് ആയി തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് ആയി. പക്ഷെ അത്രയും റിസ്ക് എടുക്കാനുള്ള ഇമോഷൻ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് വേണം, ആയി വരണം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അത് എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് കുറെ വന്ന് ലോസ് ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ എത്തുമ്പോഴാണ് സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ബ്രെയിൻ യൂസ്ഡ് ആണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടില്ല. അതാണ് നമുക്ക് ട്രേഡിങ്ങിൽ അത്യാവശ്യം നല്ലൊരു സമയം എടുക്കും ഒരാൾ പ്രോഫിറ്റബിൾ ആവാൻ. അത് ഈ എക്സ്പീരിയൻസിന്റെ ടൈമാണ്. പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പഠിപ്പിച്ചെടുക്കാനും പറ്റും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ സാർ, അപ്പോൾ ഇപ്പോൾ സാറിന് ഓൾമോസ്റ്റ് 5 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ട്. സാർ കുറേ കാര്യങ്ങൾ പഠിച്ച് അതിൽ കുറേ മിസ്റ്റേക്സ് വരുത്തി സാർ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു കരിയറാണ് ഇപ്പോൾ. അപ്പോൾ സാറിന് മുന്നിൽ സാറിൻ്റെ യങ്ങർ സെൽഫ് ഇവിടെ നിന്ന് നിൽക്കുകയാണ്. സാർ ഈ ഒരു ബിഗിനിങ് ഇതിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സാറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ ആൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും സൈക്കോളജിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അഡ്വൈസ്. ഓക്കെ, അല്ലാണ്ട് വെറുതെ കുറേ സമയം സ്ട്രാറ്റജിൻ്റെ മുകളിൽ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ സാർ എനിവേസ് നമുക്ക് ഫോറക്സിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് ഇനിയും ഭാവിയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു സോ മച്ച്.